കുഞ്ഞാ ചേട്ടണ്ടാ ഈ മഴ പെയ്തപ്പോൾ കൂട്ടുകാരാരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞിന്നാ പുല്ല് തീറ്റാൻ കൊണ്ട് കെട്ടിയതല്ലേ? മഴ പെയ്തപ്പോൾ ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞത്? കുഞ്ഞാ ഇനി പോണോ പുറത്തേക്ക്? പോണാ? അമ്മയും മോനും കൂടി വേഗം കൂട്ടിൽ വന്ന് കയറിയുന്നതാണ്. മഴ ഉണ്ട്, ചെറുതായിട്ടൊന്ന് പെയ്താൽ മതി. എവിടെ കെട്ടിയാലും അവർ രണ്ടാളും വേഗം ഇവിടെ വന്ന് കിടക്കും. മറ്റുള്ളവരൊക്കെ പറമ്പിൽ തിന്നെയാണ്. പോണക്ക് വിടണാ? ഇനി വിട്ടിട്ടേ ഞാൻ എന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും കേട്ടാ. അവിടെ നോളിട്ടാ. ഞാൻ ഓരോ കൂട്ടത്തിൽ കൊണ്ട് കെട്ടിയല്ലോ എന്നെ. എന്തിനാ പോകുന്നത്? മഴയത്ത് ഒലിച്ചു പോകുന്ന എഴുതിയിട്ടാ അമ്മയും മോനും കൂടി വണ്ടിയെ തുറന്ന് ആണാ? ഇനി ഇവിടെ നിന്നാൽ മതി കേട്ടാ. പുറത്തേക്ക് ഇങ്ങോട്ട് തന്നെ വരൂ. അവിടെ നിന്നോളിട്ടാ. അവിടെ നിന്നാൽ മതി. വിടണില്ല. കുഞ്ഞാ തിന്നാനില്ലേ കൂട്ടില്? എന്തിനാ വേഗം ഇങ്ങോട്ട് പോകുന്നത്? അവിടെ ഇട്ടെടുത്ത പുല്ലൊന്നും ഇപ്പോൾ അവന് പറ്റുന്നില്ല. പുറത്തേക്ക് പോകേണ്ടി വരും. പോണക്ക് പോണാ? ഇങ്ങോട്ട് ഇറങ്ങി വാതാ. ഇറങ്ങിപ്പോരാ, ഞാൻ തുറന്നുതരാം. പോരാ വാ. പോ. എൻ്റെ അപ്പം അമ്മ വരണ്ടേ? അമ്മ എന്നാലല്ലേ ഇറങ്ങുള്ളൂ. എന്താ അമ്മ അതവിടെ കിടക്കണ്. അമ്മ അവിടെ സുഖമായിട്ട് കിടക്കണം. അമ്മ വരൂല. എങ്ങോട്ടാണ്? അവരെ തെരഞ്ഞു പോവാ? എന്നാ പോയിട്ട് വാ. വെക്കോ, പോയിട്ട് പോരാ. എൻ്റെ അമ്മ വരില്ല കേട്ടോ. അമ്മ വരില്ല. അമ്മയ്ക്ക് തണുപ്പ് പിടിച്ച് കിടക്കണം കേട്ടോ. അമ്മ ഇറങ്ങണ്ടാ? എന്നാ പോരി അമ്മയും മോനും. ഇവിടെ ഇറങ്ങിക്കോളി. ഇവിടെ ഇറങ്ങിപ്പോരാ. അമ്മനെ വിളിച്ചോട്. അമ്മനോട് ഇറങ്ങാൻ പറയും. അമ്മ ഉണ്ടെങ്കിലേ ഇറങ്ങി വരുള്ളൂ. അമ്മ ആണെങ്കിൽ വരണമില്ല. രണ്ടാളും അടുത്ത് തന്നെ നിന്നോളിട്ടാ. അവിടെ നിന്നാൽ മതി. ഇറങ്ങണില്ലല്ലോ. അമ്മ വരില്ല. അമ്മനെ നോക്കണ്ട. അമ്മനോട് ഇറങ്ങാൻ പറയ്. തൊള്ളോട് പോയിട്ട് എന്നിട്ട് ഇറങ്ങി വരി. ഇറങ്ങിപ്പോയി. ഇങ്ങോട്ട് പോരിയടാ. കുഞ്ഞിറങ്ങി വാ. വാണ് ഇങ്ങോട്ട് വാടാ. അമ്മനെ ആദ്യം ഉന്തി ഇറക്കി. ഞാൻ ഇറങ്ങി വരും. അമ്മ ഇറങ്ങിയാലേ ആൾ വരുള്ളൂ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇറങ്ങി വാന്ന്. അമ്മയാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയാണ്. ആൾക്കധികം നടക്കാറൊന്നും വയ്യ. അങ്ങനെ വഴിഞ്ഞ് നടക്കൂ. എന്തെങ്കിലും കുറച്ച് തിന്നാണ്ട് വേഗം കൂട്ട് കയറും. അവനെ ഇറങ്ങി. ഇതാണ് എൻ്റെ കുഞ്ഞ്. വെള്ളം കുടിച്ച് വയറരച്ചില്ലേ? നേരെ കൂട്ടിക്ക് പോട്ടെ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ. കയറിക്കോ. എൻ്റെ തള്ള വരണുണ്ട്. കയറിക്കോന്ന്. വരുവടാ. ഈ കയറിക്കോ.
വരും. കയറി ചെല്ലല്ലേ എന്നെ വിളിക്കണത് അതല്ലേ വരുന്നുണ്ട്. വേറെ അറിയില്ലല്ലോ കയറി കയറി കയറിക്കോ. അവിടെ നിന്നോളിട്ടാ. ഇതെന്താ ഇവിടെ കയറിക്കണേ? ആള് മുട്ടടാൻ കയറിയാണ്. ആ പോക്ക് കാവലാണ് ഇവർ രണ്ടാളും. ഇവിടെ പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കറമ്പിക്കോഴിൻ്റെ മുട്ടയ്ക്ക് തീരുമാനമായിട്ട് ഇവർ രണ്ടാളും ഇതിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ. ഇവരെ കൂട്ടത്തിൽ വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. രാവിലെ ഏട്ടൻ ഓട്ടോ ഓടിക്കാൻ പോയപ്പോൾ നായ്ക്കളെല്ലാം കൂടി ഒരു കോഴിനിട്ട് ഓടിക്കുന്നുണ്ട്. അവിടുന്ന് വണ്ടി നിർത്തി നായ്ക്കളടുത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ് ഈ കോഴിനെ. അതിൻ്റെ വാലൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കറമ്പിക്കോഴിയുടെ വാല് കുറുക്കം കൊണ്ടുപോയ പോലെ. അപ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് ഈ കൂട്ടിലാക്കിയതാണ്. ഇവരെ കൂട്ടത്തിലിട്ടാൽ ഇവരെങ്ങാനും കൊത്തുമെന്ന് കരുതിയിട്ട് ഞാൻ അടുത്തുള്ള ആ കൂട്ടിൽ തന്നെ ആക്കിയതാണ്. അപ്പോൾ ഇവരായിട്ടൊന്ന് ഇണങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. അതുവരെ അവൾ ആ കൂട്ടിൽ തന്നെ നിർത്തിയത്. അപ്പോൾ ആ നായക്കൊക്കെ ഇന്ന് കോഴി ബിരിയാണി തിന്നാൻ പറ്റിയിട്ടില്ല. എന്നും ഓരോരുത്തരെ കോഴിക്കളെ കൊണ്ടുവന്ന് തിന്നലാണ് അവരെ പണി. അപ്പോൾ ഇന്ന് അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. കോഴിക്ക് ആയുസ്സുണ്ടാവും, അല്ലെങ്കിൽ ഇവളങ്ങനെ കിട്ടൂല. എന്നാലേ നിങ്ങൾ മുട്ടയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് വേഗം ഇറങ്ങിപ്പോയിട്ടാ. അതുവരെ ഇവിടെ നിൽക്കട്ടെ. ഇറങ്ങിപ്പോയാലും പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അത് കാരണം കുറുക്കൻ ഈ പൊന്തയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവരെ വിടണില്ല. ഇവരെ ഈ കൂട്ടിൽ തന്നെ നിൽക്കട്ടെ. ഇവിടെ നിന്നിട്ടാ നാളെ രാവിലെ വിടുള്ളൂ കേട്ടോ. ഇവിടെ നിന്നോളൂ എല്ലാവരും.